കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ. അൽ ഖാദിറുൽ മുഖ്തദിർ, ഖളാഉം ഖദറും എന്ന് പറഞ്ഞത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ. ഈമാൻ കാര്യത്തിലെ അവസാനത്തെ റുക്ൻ എന്താണ്? അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ആകാശത്തെവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്രവും നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ കൈരേഖയോ നിങ്ങളുടെ രാശിയോ ഒന്നുമേ നിങ്ങളുടെ ഖദറും ഖളാഉം നിശ്ചയിക്കുന്നതല്ല. ആരാ നിശ്ചയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലു. ഇത് വിശ്വസിച്ചാലല്ലേ മുഅ്മിനാവുള്ളൂ. ഇത് വിശ്വസിച്ചാലല്ലേ ഈമാൻ കാര്യം പൂർത്തിയാവുള്ളൂ. അതിന് വിരുദ്ധമല്ലേ ഇത്. ഹോറോസ്കോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയും. രാശി നോക്കുക ഹറാമാണ്, പഠിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. സിഹർ പോലെ ഗുരുതരമായ തെറ്റാണത്. അതിലേറെ വലുതാണത്. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി നടക്കുക ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ. എല്ലാ മതവിശ്വാസികളും അവരവരുടെ മതം ഏറ്റവും നല്ല മതമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു പൗരന് നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്, അർഹതയുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഒരു മുസ്ലിം അവരുടെ ഇസ്ലാമിന്റെ വിശ്വാസം മനസ്സിലാക്കണം. മുസ്ലിമിന് ഇസ്ലാം ബോധ്യപ്പെടണം, ഹൈന്ദവ സഹോദരന് ഹൈന്ദവത ബോധ്യപ്പെടണം, ക്രിസ്ത്യാനിസം പഠിക്കണം, ജൂതമതം പഠിക്കണം. അവരവരുടെ ആശയങ്ങളിൽ അവർ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ഷിർക്കിന്റെ ഇബാദത്തുകളിലേക്ക് 80% വരുന്ന ഓഡിയൻസിൽ 80% മുസ്ലിം നാമധാരികളായ ആളുകളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര ദുഃഖകരമാണ്. ഇത്രയും വലിയ ഇൽമും ദീനും മദ്രസയും വാദും നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചിട്ട് സിഹിർ പോക്കാനെന്നും പറഞ്ഞിട്ട് മറ്റു ആരാധനാലയങ്ങളിലേക്ക് കയറി ചെന്ന് ചുറ്റുകയും കറങ്ങുകയും തവാഫ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നേർച്ചയാക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്ന വരവ് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഇതുവരെ അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ.